dear students, welcome to another class of our mathematics. Today we are going to discuss next topic in probability. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയ പ്രോബബിലിറ്റിയിലെ ബേസ് തിയറം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ബേസ് തിയറം. അപ്പോൾ ഈ ബേസ് തിയറം പറയുന്ന കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്നുള്ള ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്യുന്ന പ്രോസസ്. പാർട്ടീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. The set of events E1, E2, E3, etc. En is set to represent a partition of a sample space. ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരുപാട് ഇവന്റുകൾ ഉണ്ട്. നമുക്കറിയാലോ, ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ്, അല്ലെ? അപ്പൊ കുറെ ഇവന്റുകൾ ഉണ്ടെങ്കിൽ അതിലെ എല്ലാ ഇവന്റുകളും ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അപ്പോ ഒരു സാമ്പിൾ സ്പേസിലെ ഇവന്റുകളെ പാർട്ടീഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3 കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ പാർട്ടീഷനുകളും ഓരോ പാർട്ടി അല്ലെങ്കിൽ ഓരോ ഇവന്റുകളും സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്തിട്ട് n ഇവന്റുകൾ ഉണ്ട്. ആ n ഇവന്റിൽ ഓരോ ഇവന്റുകൾ എന്തായിരിക്കണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകൾ ആയിരിക്കണം. ഇതെന്തായിരിക്കണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകൾ ആയിരിക്കണം. ഓക്കെ അല്ലെ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. റെഡിയാണല്ലോ? ഇനി ഇത് മ്യൂച്വലി എക്സോസ്റ്റീവ് ആയിരിക്കണം. അതായത് ഒന്നിൽ കൂടുതൽ ഇവന്റുകൾ ഉണ്ടെങ്കിൽ ആ 2 ഇവന്റുകളുടെയും യൂണിയൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പിൾ സ്പേസ് തന്നെ കിട്ടണം. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കണം? മ്യൂച്വലി എക്സോസ്റ്റീവ് ആയിരിക്കണം. മ്യൂച്വലി എക്സോസ്റ്റീവ് മറക്കരുത് കേട്ടോ. മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ്. റെഡി അല്ലേ? മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റുകൾ, അതായത് യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് തന്നെ കിട്ടണം. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇന്റർസെക്ഷൻ എടുത്താൽ 0 ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകളാണ്. ഇനി ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി ഈ പാർട്ടീഷൻസിന്റെ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ഡയഗ്രം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അവിടെ നമുക്കൊരു വെൻ ഡയഗ്രം കാണാം. പാർട്ടീഷൻസിന്റെ വെൻ ഡയഗ്രംസ്. അതായത് ഇപ്പൊ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് അല്ലെ. ഇതിന്റെ അകത്ത് ഒരു ഇവന്റ് ഉണ്ട്, എനി ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏതൊരു ഇവന്റ് എ, ഇതിന് കുറെ പാർട്ടീഷൻസ് ഉണ്ടോ? കുറെ ആണല്ലോ. എ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. ഒരുപാട് പാർട്ടീഷൻ ചെയ്ത് E1, E2, E3 എക്സെട്ര അങ്ങനെ കുറെ ഈകളുണ്ട്. ഇതിനാണ് പാർട്ടീഷൻ ചെയ്യാന്നുള്ള പ്രോസസ്സിനെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ പാർട്ടീഷന്റെ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ കണ്ടെത്താം. ഈ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടെത്തണമെങ്കിൽ അതിന്റെ മുന്നേ ഇവിടെ E1, E2, E3 എന്നുള്ള ഒരുപാട് ഇവന്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒക്കർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇവന്റുകൾ ഇവിടെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരൊറ്റ പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടെത്തണമെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് പ്രോബബിലിറ്റി കണ്ടിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് മുഴുവനായിട്ട് എന്ത് കിട്ടും? ഒരു ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ ആണോ? നോക്കിട്ടാ, ടോട്ടൽ പ്രോബബിലിറ്റി. ഇതിൽ ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ് ഉണ്ടാവുക. ഈ ഇവന്റിലെ എഴുതിയിട്ടുള്ള സാമ്പിൾ സ്പേസിലെ പാർട്ടീഷന്റെ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഉണ്ടാവുക. ഓരോന്നിനും പ്രോബബിലിറ്റി ഉണ്ട് എന്നർത്ഥം. അടുത്തത് ഓരോന്നിന്റെ ഇവന്റുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്? ജോയിന്റ് അല്ലെങ്കിൽ കൺജങ്ഷൻ അഥവാ ഇന്റർസെക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകളായിരിക്കണം. അതേപോലെ മൂന്നാമത് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ പാർട്ടീഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓരോന്നിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിന്റെയും പ്രോബബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത പ്രോബബിലിറ്റി 1 ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് സാമ്പിൾ സ്പേസ് ആണല്ലോ. അപ്പൊ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് എല്ലാ ഇവന്റുകളുടെയും പാർട്ടീഷന്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 കിട്ടാനുള്ള റീസൺ എന്താ? മ്യൂച്വലി എക്സോസ്റ്റീവ് ആയതുകൊണ്ടാണ് അത് 1 കിട്ടുന്നത്. അടുത്തൊരു തിയറമാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. അതായത് ലെറ്റ് ക്യാപിറ്റൽ എ ബി എനി ഇവന്റ് ആൻഡ് E1, E2 എക്സെട്ര En are the partitions of the sample space S. Are the partition of the sample space S. നോക്കട്ടാ, സാമ്പിൾ സ്പേസിന്റെ പാർട്ടീഷൻ ആണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി നമ്മൾ വരച്ച അതേ ഫിഗർ തന്നെയാണ് കേട്ടോ. അതേ ഫിഗർ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം. E1, E2 എക്സെട്ര En ഇവന്റുകൾ ഉണ്ടെങ്കിൽ
ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ we want to find the probability of a. We want to find the probability of a. എയുടെ പ്രോബബിലിറ്റി എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്തുക നോക്കാം. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് പറയുന്നത്. സാമ്പിൾ സ്പേസ് എസ്, അതിന്റെ അകത്ത് ഒരു സബ്സെറ്റ് എ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകൾ ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടായി. ഇതൊക്കെ എന്താണ്? പാർട്ടീഷൻസ് ആണ്. ഇഷ്ടംപോലെ പാർട്ടീഷൻസ് ആക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്ത് തിരിച്ച് എഴുതിയതാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിൽ E1, E2, E3 എക്സെട്ര EN പാർട്ടീഷൻസ് ഉണ്ടല്ലോ. ഈ EN പാർട്ടീഷൻസിന്റെ കംപ്ലീറ്റ് പ്രോബബിലിറ്റി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഈ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഫൈനൽ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? ഇതിനെയാണ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടേ, ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്നുള്ളതിനെ കോൺസെപ്റ്റ് ആക്കി നമ്മൾ എഴുതുന്ന സമയത്ത് ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി എവരി ഇവന്റ് ഇസ് ദ സബ്സെറ്റ് ഓഫ് എസ്. ഇങ്ങനെയാണല്ലോ, എല്ലാ ഇവന്റുകളും സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ്. ഓക്കെ അല്ലെ? E1, E2, E3 എക്സെട്ര ആർ ദ പാർട്ടീഷൻസ് ഓഫ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ പാർട്ടീഷൻസ് ആണ് E1, E2, E3 ഒക്കെ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വി ഹാവ്, ഇനി നമുക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. വി ഹാവ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് എസ്. എ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഇന്റർസെക്ഷൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? എ ഇന്റർസെക്ഷൻ എസ് എന്ന് പറഞ്ഞാൽ എസ് വലിയ സെറ്റും എ ചെറിയ സെറ്റ് അല്ലേ? അപ്പൊ ചെറിയ സെറ്റിൽ നിന്ന് വലിയ സെറ്റ് ഇന്റർസെക്ഷൻ ചെയ്താൽ ചെറിയ സെറ്റ് അല്ലേ നമുക്ക് ആൻസർ കിട്ടുക? നമ്മൾ പ്ലസ് 1 പഠിച്ചൊരു കോൺസെപ്റ്റ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയ സെറ്റ് ഉണ്ടാവുക. ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേ കൺസെപ്റ്റ് വെച്ച് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു. എ ഇന്റർസെക്ഷൻ എസ് ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. ദെൻ പ്രോബബിലിറ്റി, ദെൻ ബൈ ദ പ്രോബബിലിറ്റി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഇതിന്റെ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യാണ്. ദെൻ ബൈ ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് എ ഈക്വൽ ടു എ ഇസ് ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. That is probability of A equal to probability of A intersection S. Probability of A equal to probability of A intersection S. S എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇവന്റുകളെ അല്ലെങ്കിൽ എല്ലാ പാർട്ടീഷൻസിന്റെയും യൂണിയൻ ആണല്ലോ എസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ്, ചെറിയൊരു പ്രൂഫാണ്, ടോട്ടൽ പ്രോബബിലിറ്റിയുടെ ചെറിയൊരു പ്രൂഫാണ്. ജസ്റ്റ് നമ്മൾ അതൊന്ന് എഴുതുകയാണെന്ന് മാത്രം. എ ഇന്റർസെക്ഷൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ഇങ്ങനെ E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര EN. ഓക്കെ അല്ലേ? എസ് എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്തായിരിക്കണം? മ്യൂച്വലി എക്സോസ്റ്റീവ് ആയിരിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ഇനി AN ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇതിന്റെ അകത്ത് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ E1 യൂണിയൻ എ ഇന്റർസെക്ഷൻ E2 യൂണിയൻ എ ഇന്റർസെക്ഷൻ E3 എക്സെട്ര എ ഇന്റർസെക്ഷൻ EN. ഇതിനെ ജനറലൈസ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ഈസ് കോൾഡ് ടോട്ടൽ പ്രോബബിലിറ്റി. ഓക്കെ ആണ് നോക്കട്ടാ. ഈസ് കോൾഡ്, നമ്മൾ എഴുതിയത് പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. റെഡി അല്ലേ? ഈസ് കോൾഡ് ദ ടോട്ടൽ പ്രോബബിലിറ്റി. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം കേട്ടോ. ഈ ഒരു തിയറത്തിന് വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്നാണ് വിളിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് ജനറലൈസ് ചെയ്യണം. ഈ വലിയൊരു ഇക്വേഷൻ ഒരു ചെറിയ ഇക്വേഷൻ ആക്കി എഴുതണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതെന്താ നമുക്കറിയാം? പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ആണ് നമുക്കറിയാലോ. അതിനെ ഞാൻ ഇവിടെ കമ്പയർ ചെയ്യും കേട്ടോ. അപ്പൊ ഇതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതെന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ ആണോ നോക്കിട്ടോ? ക്ലിയർ അല്ലേ? ഇതേപോലെ നമുക്ക് എഴുതി വെക്കാലോ. ഇതെല്ലാറ്റിനും അതേപോലെ എഴുതും. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി. ഇവിടെ യൂണിയൻ ആണല്ലോ, ഇതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്ത പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ E2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ EN. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ EN
ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ വരുന്ന കോൺസെപ്റ്റ്. ഇവിടുന്ന് അതിനെ ഒരു വലിയൊരു സെറ്റിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി. അതിന് ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്തൊരു ചെറിയ രൂപത്തിലേക്ക് മാറ്റി ജനറലൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് മാത്രം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ഈവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറി പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ എഴുതി അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ തിയറി പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ E1 ഇതിനെങ്ങനെ എഴുതാം? ഇതങ്ങനെ പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഇങ്ങനെ എഴുതാലോ. റെഡി അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാലോ. അപ്പൊ ഇതിലെല്ലാവരും ഞാൻ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 plus probability of E2 into probability of A given E2 etc. plus probability of En into probability of A given En. ഓക്കെ അല്ലേ? ഇതിനെ മുഴുവനായിട്ട് നമ്മളൊരു ജനറലൈസ്ഡ് ഫോർമുല ആക്കുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ബൈ ജനറൽ ഫോം. ഇതിന്റെ ജനറൽ ഫോം ആക്കി നമ്മൾ എഴുതാണ് ബൈ ജനറൽ ഫോം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n. 1 മുതൽ n വരെയുള്ള പ്രോബബിലിറ്റി ഏതൊക്കെ ഉണ്ടാവുക? അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ. ഓക്കെ അല്ലേ? E1 E2 E3 എക്സെട്ര എന്നുള്ള ഇത് കിട്ടാൻ വേണ്ടി EI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ EI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ EI. This is called the total probability theorem. ഒന്നിൽ കൂടുതൽ ഇവന്റുകളെ അസോസിയേറ്റ് ചെയ്ത് വന്നിട്ട് ഒരൊറ്റ സാമ്പിൾ സ്പേസിൽ അസോസിയേറ്റ് ചെയ്ത് വന്ന കുറെ ഇവന്റുകൾ ഉണ്ട്. ആ ഇവന്റുകളൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും പ്രോബബിലിറ്റി ഉള്ളതുമായിട്ടുള്ള ഇവന്റുകളാണെങ്കിൽ ആ ഇവന്റുകളുടെ മൊത്തം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി എന്നാണ് അതിനെ വിളിക്കുക. ഇവിടെ നമുക്ക് E1 E2 എന്ന് പറഞ്ഞ ഒരുപാട് ഇവന്റുകളാണ്. ഈ ഇവന്റുകൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ജനറലൈസ്ഡ് ഫോം ആക്കി വലിയൊരു പ്രോബബിലിറ്റി കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ പ്രോബബിലിറ്റി തിയറം യൂസ്ഡ് ഫോർ ബേസ് തിയറം. ബേസ് തിയറത്തിൽ എന്തിനാണ് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം കണ്ടെത്തിയത് എന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബേസ് തിയറം. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ബേസ് തിയറം. ബേസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ Bayes theorem is mainly used for finding reverse probability. Reverse probability കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ Bayes theorem ഉപയോഗിക്കുന്നത്. Let E1 E2 are the n non-empty events. E1 E2 E3 etc. are n partitions such that which consecutive partitions of a sample space. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവന്റുകൾ അല്ലെങ്കിൽ പാർട്ടീഷൻസ് ആണ് എസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. And capital A be any event of non-zero probability. Capital A എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ഇവന്റ് ആണ് നോൺ സീറോ പ്രോബബിലിറ്റി ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബേസ് തിയറം പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് EI given A equal to probability of EI into probability of A given EI divided by sigma J equal to 1 to S. J equal to എന്ന് കൊടുത്തത് ഇവിടെ I equal to എന്നുള്ള ഈക്വൽ ആട്ടോ. I equal to 1 to n probability of EI into probability of A given EI എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. ഇനി ഇത് ടോട്ടൽ പ്രോബബിലിറ്റി ആണ്. ഇതിന്റെ ഒരു ചെറിയൊരു പ്രൂഫ് നമ്മളെ കയ്യിലുണ്ട്. ഹിയർ പ്രോബബിലിറ്റി ഓഫ് EI given A equal to ഇതിനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് EI ഇന്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് A ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് A. ഓക്കെ അല്ലേ? ഇനി പ്രോബബിലിറ്റി ഓഫ് A ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി. മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം കൂടി ഇവിടെ കമ്പൈൻഡ് ആയി യൂസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് EI ഇന്റർസെക്ഷൻ A എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് EI ഇന്റർസെക്ഷൻ A എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് EI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു EI ഈസ് ഓൾറെഡി ഒക്കേർഡ്. ഓക്കെ അല്ലേ? ഇതല്ലേ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ. ഇനി പ്രോബബിലിറ്റി ഓഫ് A ബൈ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം പ്രകാരം ഞാൻ പ്രോബബിലിറ്റി ഓഫ് A എഴുതുമ്പോൾ സിഗ്മ I ഈക്വൽ ടു 1 to n
പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ. പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ. ഇത് സിഗ്മയാണ്. ഇത് എല്ലാ പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവുക നോക്കാം. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ. ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി അപ്പൊ സിഗ്മ ഐ ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻ എ ഗിവൺ ഇ ഐ. എനി ഇവൻ എ ഗിവൺ ഇ ഐ. ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ, സോറി ഇ ഐ ഗിവൺ എ കേട്ടോ. ഇ ഐ ഗിവൺ എ, യെസ്, പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ എന്നുള്ളത്. ഇതിനെയാണ് ടോട്ടൽ ബേസ് തിയറം അഥവാ ടോട്ടൽ ബൈ ഫ്രം ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബേസ് തിയറം. ബേസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റിവേഴ്സ് പ്രോബബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ 2 ബോക്സ് ഉണ്ട്, 2 ബോക്സിൽ വൈറ്റ് ബോൾസ് ഉണ്ട്, 2 ബോക്സിലും വൈറ്റ് ബോൾ ഉണ്ട്. ഞാൻ റാൻഡം ആയിട്ട് ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ആ ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഒരു ബോക്സിൽ നിന്നും ഇന്ന കളർ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഫ്രം ബോക്സ് 1 അല്ലെങ്കിൽ ഫ്രം ബോക്സ് 2 എന്നൊക്കെ നമ്മളിങ്ങനെ ചെയ്യായിരുന്നു. ഇനി നമ്മളത് മാറി ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. അത് ഏത് ബോക്സ് എന്നാവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്തണം. അത് എന്ത് കളറാണെന്നുള്ള പ്രോബബിലിറ്റി കാണാം. അതായത് റിവേഴ്സ് പ്രോബബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയറമാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം അഥവാ ബേസ് തിയറം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ് വൈൽ അനദർ ബാഗ് 2 contains 5 red 6 black 1 ball is drawn at random. ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. 1 ball is drawn at random. ഒരു ബോൾ റാൻഡം ആയിട്ട് എടുത്തു. ഏത് ബോക്സിൽ നിന്നാണ് നമുക്ക് അറിയില്ല. ഫ്രം വൺ ഓഫ് ദ ബോക്സ്, ഏതോ ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ആൻഡ് ഇറ്റ് ഫൗണ്ട് ടു ബി റെഡ്. ആ ബോൾ എന്ത് കളറാണ്? റെഡ് ബോൾ ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാകാനുള്ള പ്രോബബിലിറ്റി ആണ് ക്വസ്റ്റ്യൻ. അത് രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എഴുതാം. കൺസിഡർ ദ ഫിഗർ ബാഗ് 1. ഞാൻ ചുമ്മാ ഇങ്ങനെ 2 ബാഗ് വരച്ചു കേട്ടോ. ബാഗ് 1 ആൻഡ് അടുത്തത് ബാഗ് 2. 2 ബാഗുകൾ കൺസിഡർ ചെയ്തു. ആദ്യത്തെ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ്. ഫസ്റ്റ് ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. 3 red and 4 black. Then bag 2 contains 5 red and 6 black. 5 red and 6 black balls. 1 ball is drawn at random. ഈ 2 ബോക്സിൽ നിന്ന് ബോൾ ഡ്രോൺ ചെയ്യും. പക്ഷേ ഇത് ഏത് ബോക്സിൽ നിന്നാണ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് ഒരു ബോൾ എടുത്തു. ആ ബോൾ എന്താണ് എനിക്ക് കിട്ടിയത് നോക്കിയപ്പോൾ റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് സെക്കൻഡ് ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ടോട്ടലി ഒരു കൺഫ്യൂഷൻ വരും. രണ്ടാമത്തെ ബാഗിൽ നിന്ന് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ. രണ്ടാമത്തെ ബാഗ് ആണെങ്കിൽ പ്രോബബിലിറ്റി റെഡ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ 5/11 ഇങ്ങനൊക്കെ ഒരു ടെൻഡൻസി വരും. പക്ഷെ അതിൽ 2 ബാഗ് ഉണ്ട്. ഇതിൽ ഏത് ബാഗാണ് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും ബേസ് തിയറം യൂസ് ചെയ്യും. അപ്പൊ എഴുതുന്നത് ശ്രദ്ധിക്കുക. E1 let the events E1 choosing bag 1. അപ്പൊ ഞാൻ E1 എന്ന് പറയുന്നത് എഴുതി choosing bag 1. ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള ഇവന്റ് ആണ് E1. E2 എന്ന് പറഞ്ഞാലോ എന്താ ചൂസിങ് ബാഗ് 2. രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് E2 എന്ന് പറഞ്ഞ. ഇനി ഒരു ഇവന്റ് ഞാൻ A എന്ന് കൺസിഡർ ചെയ്തു. ദ ഡ്രോൺ ബോൾ ഈസ് റെഡ്. ശ്രദ്ധിക്കട്ടോ, ദ ഡ്രോൺ ബോൾ ഈസ് റെഡ്. ഓക്കെ നോക്കിട്ടോ, നമ്മൾ ഡ്രോൺ ചെയ്യുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ഇത്. അപ്പൊ നോക്കാം പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബാഗ്. ഫസ്റ്റ് ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് E1 ചൂസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ബാഗ്, ഇതിൽ 2 ബാഗ് ഉണ്ടല്ലോ, ഇതിൽ ഒന്നാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2 അല്ലേ. ആകെ 2 ബാഗുള്ള, പിന്നെ ഇതിന് ഒന്നാമത്തെ എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2. അതേപോലെ രണ്ടാമത്തത് സെക്കൻഡ് ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ബാഗ്. പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ബാഗ്, രണ്ടാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ അതും 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ അതും 1/2 ആണ്. ഓക്കെ അല്ലേ.
പ്രോബബിലിറ്റി ഓഫ് E1 1/2, പ്രോബബിലിറ്റി ഓഫ് E2 അതും 1/2. ഇനി അടുത്തൊരു പ്രോബബിലിറ്റി എഴുതി, പ്രോബബിലിറ്റി ഓഫ് ചോസൺ റെഡ് ഫ്രം ബാഗ് 2. ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ, ഫ്രം ബാഗ് 1 അല്ലേ, ഫസ്റ്റ് ബാഗ് 1. ഓക്കെ, ഒന്നാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് ചോസൺ എ റെഡ് ബോൾ ഫ്രം ബാഗ് 1, ഒന്നാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി. റെഡി ആണോ നോക്കാം? ഓക്കെ ആണോ? ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1, ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ഫ്രം ബാഗ് 1. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി, ഒന്നാമത്തെ ബാഗിൽ ആകെ എത്ര ബോൾ ഉണ്ട്? 7 ബോളുകളുണ്ട്. അതിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/7. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ഫ്രം ബാഗ് 2, രണ്ടാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി, രണ്ടാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ കൺസിഡർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ഫ്രം ബാഗ് 2 ദാറ്റ് ഈസ് E2 ഈക്വൽ ടു രണ്ടാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി, ടോട്ടൽ ബോൾ എന്ന് പറഞ്ഞാൽ 11, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 11, നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് 5. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത്? ഞാനൊരു ബോൾ എടുത്തു, ആ ബോൾ എന്താവണം? റെഡ് ബോൾ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് കറക്റ്റ് ആവണം കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ നിന്നും ഒരു ബോൾ എടുക്കുകയാണ്, ആ ബോൾ റെഡ് ആവാനുള്ള അല്ലെങ്കിൽ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലെ? ഇനിയിപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒരു ബോൾ കൊണ്ട് എടുത്തു, എന്നിട്ട് നോക്കുകയാണ്, ആ ബോൾ നോക്കിയപ്പോൾ റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എവിടുന്നാ എടുത്തത് എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ? റിവേഴ്സ് പ്രോബബിലിറ്റി വന്ന കോൺസെപ്റ്റ് റെഡി അല്ലേ? റിവേഴ്സ് പ്രോബബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ റിവേഴ്സ് പ്രോബബിലിറ്റി ആണെന്ന് മനസ്സിലായത്? ഞാൻ എടുത്ത ബോളിന്റെ കളർ അല്ലെങ്കിൽ ആ ബോളിന്റെ നേച്ചർ ഈസ് ഗിവൺ, then to find the probability source, അത് എവിടുന്നാണോ എടുത്തത് അത് കണ്ടെത്തുന്നതാണ് ബേസ് തിയറം എന്ന് പറഞ്ഞു. റെഡി അല്ലേ? അപ്പൊ ഇനി ഞാൻ ഇവിടെ എഴുതും ടോട്ടൽ പ്രോബബിലിറ്റി. ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ബാഗ്. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി. ആകെ 2 ബാഗിലുള്ളൂ, അതെല്ലാം കൂടി കൂട്ടി 2 കിട്ടി. ഈക്വൽ ടു പറയും പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ 3/7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പ്രോബബിലിറ്റി 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ 5/11 ഇൻറ്റു 1/2 ഈക്വൽ ടു 3/14 പ്ലസ് 5/22. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66 പ്ലസ് ദാറ്റ് ഈസ് 140യുടെ പകുതി 70 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 22. കുഴപ്പമില്ല, അതിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 66 136 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 22. ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ കാര്യം എന്നും കൂടി പറയും. We want to find the probability of given a red ball from bag 2. ബാഗ് 2ൽ നിന്നായിരിക്കണം ഗിവൺ അതെന്താണ്? റെഡ് ബോൾ ആണ്. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് റെഡ് ബോൾ ഫ്രം ബാഗ് 2, റെഡ് ബോൾ ഫ്രം ബാഗ് 1 ഇതൊക്കെ ചെയ്തു. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്താണ്? ബാഗ് 2ൽ നിന്നാവണം, അതൊരു റെഡ് ബോൾ ആണ്. റെഡി അല്ലേ? അതൊരു റെഡ് ബോൾ ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബാഗ് 2 E2 ഗിവൺ എ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് യൂസിങ് ബേസ് തിയറം. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാണ്? ബേസ് തിയറം യൂസ് ചെയ്യാണ്. ഓക്കെ ആണ് നോക്കട്ടോ, യൂസിങ് ബേസ് തിയറം. അപ്പൊ ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ, ബേസ് തിയറത്തിന്റെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി. അപ്പൊ എങ്ങനെ? പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 all divided by total probability of a given E2 into probability of E2 plus probability of a given E1 into probability of E1. ഓക്കെ ആണോ നോക്കട്ടോ.
പ്രോബബിലിറ്റി ഓഫ് E1. റെഡി അല്ലേ? ഇനി ഈ വാല്യൂസ് മുഴുവനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു താഴെ ഉണ്ടാവുന്ന വാല്യൂ എന്താണ്? 136 ഡിവൈഡഡ് ബൈ 14 into 22. ഇതാണ് താഴെയുള്ള വാല്യൂ. ഇനി മുകളിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ 5/11 ഇൻറ്റു E2 1/2. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു 5/22 ഇൻറ്റു 22 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 136. കുഴപ്പമില്ല, കട്ടായി പോകും. ഇനി 136 ഇതും കൂടി നമുക്ക് പകുതി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 7 130 69 അല്ലേ? 69 സോറി 68 കേട്ടോ. ഈക്വൽ ടു 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 68. ദാറ്റ് ഈസ് 35 ഡിവൈഡഡ് ബൈ 68. ഇതാണ് ചൂസിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 2. ഇതാണ് എന്ത് വരുന്നത്? ചൂസിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 2. divided by 68. ഓക്കെ അല്ലേ? ചെയ്ത് കോൺസെപ്റ്റ് കറക്റ്റ് ആവണം കേട്ടോ. ഇനി ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. എ മാൻ സ്പീക്സ് ട്രൂത്ത് 3 out of 4 times. അതായത് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ ഗിവൺ മാൻ സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഹി ത്രോസ് എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോ അതും കൂടി എഴുതിയേക്കാം. ഹി ത്രോ എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? റിപ്പോർട്ട് ഡൈ ത്രോസ് ആൻഡ് റിപ്പോർട്ട്സ്. ഈ ഡൈ ഇങ്ങനെ ത്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇറ്റ് ഈസ് എ 6, ഇത് 6 ആണെന്നുള്ള അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വൽ 6? ഇത് ശരിക്കും 6 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ശ്രദ്ധിക്കുക, ഇയാൾ മുഴുവനായിട്ട് സത്യം പറഞ്ഞ ആളല്ല. കാരണം എന്താ? എ മാൻ സ്പീക്ക് ട്രൂത്ത് 3 out of 4 times എന്നാണ്. അപ്പൊ ഇങ്ങനെ എഴുതി E1 6 occur. 6 occur ആയിട്ട് ഇയാൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സത്യമാണെന്ന് അർത്ഥം. അതല്ലെങ്കിൽ പിന്നെ എന്ത് വരും? 6 നോട്ട് occur വരും. കാരണം ഇയാൾ എന്താണ് ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? 6 കിട്ടി എന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സത്യത്തിൽ എന്തല്ല, ചിലപ്പോൾ 6 കിട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് സത്യമാണ്. അല്ലെങ്കിൽ 6 കിട്ടാണ്ട് ഇയാൾ 6 കിട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്യും, അതെന്താണ്? ലൈ ആണ്. അപ്പൊ ഇതിന് ഇവിടെ ഒരു ഇവന്റും കൂടി ഞാൻ എഴുതും. റിപ്പോർട്ട് 6 എന്നും കൂടി എഴുതും. ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യല്ലേ? അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് വൺ പ്രോബബിലിറ്റി ഓഫ് ട്രൂ. ഇയാൾ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി. ഹി റിപ്പോർട്ട് 6, അയാൾ എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു 6. ദെൻ 6 occurred ആയി. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഹി റിപ്പോർട്ട് 6, ദെൻ 6 ഈസ് ഓൾറെഡി occurred. ഈക്വൽ ടു എത്രയാണ്? 3/4. ഇനി പ്രോബബിലിറ്റി ഓഫ് ലൈ, സത്യം പറയാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റി. അയാൾ റിപ്പോർട്ട് ചെയ്ത് 6 കിട്ടിയെന്ന്, ആക്ച്വലി അതെന്തല്ല? 6 അല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ കളവ് പറയാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി 1, അതിൽ നിന്ന് 3/4 മൈനസ് ചെയ്താൽ മതി. ആൻസർ ബിക്കംസ് 1/4. ഇയാൾ 3/4 സത്യം പറയും, 1/4 കളവും പറയും. ഇനി നമുക്ക് ആവശ്യമുള്ളത് പ്രോബബിലിറ്റി ഓഫ് 6 occur. 6 occur ആയുള്ള പ്രോബബിലിറ്റി. ഇവിടെ സാമ്പിൾ സ്പേസ് എന്താ? ഈ ത്രോ എ ഡൈൻ അല്ലേ? അപ്പൊ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് E1 ഈസ് occur 6. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. ഡൈ ത്രോ ചെയ്യുമ്പോൾ ആകെ സാമ്പിൾ സ്പേസിൽ 6 എലമെന്റ്സ് അല്ല ഉണ്ടാവുക. അപ്പൊ 1/6. ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട് 6 വരാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെ 1 - 1/6 ഈക്വൽ ടു 5/6. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? എത്ര തവണ 6 വന്നു? അപ്പൊ we want to find the probability. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ട പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 6? ഇതൊരു 6 ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി കണ്ടെത്തണം. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് റിപ്പോർട്ട് 6, then it is 6
6 ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് സത്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഇത് യഥാർത്ഥത്തിൽ 6 ആവാനുള്ള പ്രോബബിലിറ്റി ബൈ ബേസ് തിയറം. ശ്രദ്ധിക്കട്ട, ബൈ ബേസ് തിയറം, റിവേഴ്സ് പ്രോബബിലിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈ ബേസ് തിയറം പ്രകാരം ഇയാൾ സത്യമാണ് പറഞ്ഞത്. ഇയാൾ എന്ത് ചെയ്തു? ട്രൂ പറഞ്ഞു. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് റിപ്പോർട്ട് 6. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് റിപ്പോർട്ട് 6. ഇത് സത്യമാണ്. നമുക്ക് 6 കിട്ടിയതിന്റെ ശേഷം ഇയാൾ റിപ്പോർട്ട്, ഇതുവരെ ഇയാൾ റിപ്പോർട്ട് ചെയ്ത് 6 കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും 6 കിട്ടി, അത് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ പ്രോബബിലിറ്റി ചെയ്ത? പ്രോബബിലിറ്റി ഓഫ് 6 occur, probability of 6 occur then report 6. 6 occur then report 6. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ട പ്രോബബിലിറ്റി. റെഡി ആണല്ലോ? ഇത് കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇവിടുന്ന് എഴുതാം. ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ബേസ് തിയറം വെച്ചിട്ട് പെട്ടെന്ന് എഴുതിയെടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 6 occur. 6 occur എന്ന് പറഞ്ഞാൽ E1 given report 6 എന്നല്ലേ? ഈക്വൽ ടു E1 given report 6. That is a probability. Probability of report 6 given actual 6 into 6 കിട്ടി divided by എല്ലാ പ്രോബബിലിറ്റിയും കൂടി probability of A given E1 plus into probability of E1 plus probability of A given E2 into probability of E2. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടി പ്രോബബിലിറ്റി ആണ്. A given E1 എന്ന് പറഞ്ഞാൽ എന്താ? probability of A given E1 that is 3/4 into 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. ഓക്കെ അല്ലടാ? ഡിവൈഡഡ് ബൈ A given E1 എന്ന് പറഞ്ഞാൽ 3/4 into 1/6 ടോട്ടൽ പ്രോബബിലിറ്റി കേട്ടോ. പ്ലസ് ഇനി അടുത്തത് 6 കിട്ടാണ്ടിരിക്കാനുള്ള A given E2 എന്ന് പറഞ്ഞാൽ 1/4 into 5/6 അല്ലേ? യെസ്, into 5/6. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ആക്ച്വൽ 6. ആക്ച്വൽ 6 അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് ട്രൂ ആണെന്ന് പറയാം. ഈക്വൽ ടു 3/24 divided by 3/24 divided by 3/24 plus 5/24. റെഡി അല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഈക്വൽ ടു 3/24 divided by 8/24. ഇത് രണ്ടും കൂടി എഴുതുന്ന സമയത്ത് 3/24 into 24 divided by 8 ഇങ്ങനെ കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8. ഇയാള് സത്യം പറയാനുള്ള പ്രോബബിലിറ്റി 3/8 ആണ്. അതായത് 6 കിട്ടിയിട്ട് 6 റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾട്ട്സ്, ബോൾട്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. 3 മെഷീൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എഴുതാം മെഷീൻസ്. ഞാൻ അവിടെ എഴുതി ഗിവൺ മെഷീൻസ് ഓഫ് എ ഫാക്ടറി. ഫാക്ടറിയുടെ മെഷീൻസ് ഏതൊക്കെയാണ്? എ, ബി, സി ആണ് ഫാക്ടറിയുടെ മെഷീൻ. മാനുഫാക്ചേഴ്സ് എ, ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി 25%, 35% ആൻഡ് 45% ഓഫ് ബോൾസ് ആർ ഔട്ട്പുട്ട്. ഓരോന്നിലും 25, 35, 45% എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് വരുന്നുണ്ട്. ആൻഡ് 5 or 2% ആർ ഡിഫക്റ്റീവ് ബോൾട്ട്. എല്ലാറ്റിനും ഡിഫക്റ്റീവ് വരുന്നുണ്ട്. ഡിഫക്റ്റീവ് വരുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 5%, 4% ആൻഡ് 2% ആർ ഡിഫക്റ്റീവ് ബോൾട്ട്. എ ബോൾട്ട് ഈസ് ഡ്രോൺ. ഒരു ബോൾട്ട് എടുത്തു അറ്റ് റാൻഡം ആയിട്ട് ഒരു ബോൾട്ട് എടുത്തപ്പോൾ ഫ്രം ദ പ്രൊഡക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ അത് മെഷീൻ ബി ആവാനുള്ള പ്രോബബിലിറ്റി. മെഷീൻ ബി ആവാനുള്ള പ്രോബബിലിറ്റി എല്ലാ ഡാറ്റ ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, പ്രോബബിലിറ്റി ഓഫ് മെഷീൻ എ ഞാൻ എഴുതി. E1 എന്ന് പറയുന്ന ഇവന്റ് മെഷീൻ എ കിട്ടാൻ വേണ്ടിയിട്ട്. E2 എന്ന് പറഞ്ഞാൽ മെഷീൻ ബി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. E3 എന്ന് പറയുന്ന ഇവന്റ് ഞാൻ എടുത്തു മെഷീൻ സി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ മെഷീൻ ഇവന്റ് ദാറ്റ് ഈസ് ഇവന്റ് E1 എന്ന് പറഞ്ഞാൽ മെഷീൻ എ, E2 എന്ന് പറഞ്ഞാൽ മെഷീൻ ബി, E3 എന്ന് പറഞ്ഞാൽ മെഷീൻ സി. എ എന്ന് പറഞ്ഞാൽ അതെന്താവണം? ഡിഫക്റ്റീവ് ബോൾട്ട് ആവണം. എല്ലാ ഡാറ്റകളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിഫക്റ്റീവ് ബോൾട്ട്സ്. റെഡി അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ബോൾട്ടുകളാണ്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾട്ട്സ് കിട്ടണം. അപ്പൊ നോക്കിക്കോ, പ്രോബബിലിറ്റി ഓഫ് ഓരോ മെഷീൻ എ.
മെഷീൻ എ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്? 25%. 25% എന്ന് പറഞ്ഞാൽ അതിന് എഴുതേണ്ടത് 25/100. റെഡി അല്ലേ? ഇനി പ്രോബബിലിറ്റി ഓഫ് മെഷീൻ, അടുത്ത മെഷീൻ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്ന ഒരു മെഷീൻ ഈക്വൽ ടു എത്ര പെർസെന്റേജ് ആണ്? 35% അല്ലേ? 35% വർക്കിംഗ് ആണ്. ദാറ്റ് ഈസ് 35/100. The next one, machine ABC എന്ന് കൊടുക്കട്ടെ. മെഷീൻ ABC. പ്രോബബിലിറ്റി ഓഫ് മെഷീൻ C മെഷീൻ ആവുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് E3 ഈക്വൽ ടു 35/20 ദാറ്റ് ഈസ് അടുത്തത് 45%. റെഡി? 45% ദാറ്റ് ഈസ് 45/100. ഓക്കെ അല്ലേ? ഓരോ മെഷീൻസും വർക്ക് ചെയ്യുന്നുണ്ട്. 25%, 35% ആൻഡ് 45% ആർ വർക്കിംഗ്. ഇനി probability of defective from machine A. മെഷീൻ എയിൽ നിന്ന് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഉണ്ടാവുക? പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ എ ഈക്വൽ ടു മെഷീൻ എയിൽ നിന്നും ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് 5%. 5% എന്ന് പറഞ്ഞാൽ 5/100. ഓക്കെ ആണ് നോക്കട്ടോ. ഓക്കെ അല്ലേ? ഒക്കെ ഡാറ്റകളൊക്കെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ് ഇയർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബേസ് ഇയർ അപ്ലൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ ബി, ഫ്രം മെഷീൻ ബി ആണ് കേട്ടോ. മെഷീൻ ബിയിൽ നിന്നുള്ള ഡിഫക്റ്റീവ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ ബി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 4%. 4% മീൻസ് 4/100. 4% മീൻസ് 4/100. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ സി. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ സി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ സി എന്ന് പറഞ്ഞാൽ E3 ഈക്വൽ ടു എത്ര പെർസെന്റേജ് ആണ്? 2% അല്ലേ? ഓക്കെ, യെസ്. 2% മീൻസ് 2/100. ഇപ്പൊ തന്നെ എഴുതി 2/100. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി. ഇനി നമുക്ക് കണ്ടെത്തേണ്ട പ്രോബബിലിറ്റി. ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി the defective bolt from മെഷീൻ ബിയിൽ നിന്നായിരിക്കണം. ഡിഫക്റ്റീവ് ബോൾട്ട് എവിടുന്നാ വരേണ്ടത്? മെഷീൻ ബിയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടണം? ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടണം. അതായത് ഇവിടെ നമ്മൾ കുറെ ബോൾട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ ബോൾട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സമയത്ത് അതിൽ നിന്നും കുറെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവുമല്ലോ. മെഷീൻ ബോൾട്ടിന്റെ കമ്പനി അല്ലേ? അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ബോൾട്ട് എടുത്തപ്പോൾ അത് ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബോൾട്ട് എവിടുന്നാവണം? രണ്ടാമത്തെ മെഷീനിൽ നിന്നായിരിക്കേണ്ട പ്രോബബിലിറ്റി. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഫ്രം മെഷീൻ ബി ഇതാണുള്ളത് അല്ലേ? ബിയിൽ നിന്നും ഡിഫക്റ്റീവ് ആവേണ്ട പ്രോബബിലിറ്റി ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ദ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ മെഷീൻ ബി എന്ന് പറഞ്ഞ E2. ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മെഷീൻ ബിയിൽ നിന്ന് നമുക്ക് എടുത്തു, അതെന്താവണം? ഡിഫക്റ്റീവ് ആവണം. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മെഷീൻ ബിയിൽ നിന്ന് എടുത്തത് ഡിഫക്റ്റീവ് ആണ് എന്നുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ബൈ ബേസ് തിയറം, അപ്പൊ ശ്രദ്ധിക്കുക, ബൈ ബേസ് തിയറം പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് മെഷീൻ ബി ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്. ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് മെഷീൻ ബി, അത് ഡിഫക്റ്റീവ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. മെഷീൻ ബിയിൽ നിന്നും ഒരു ബോൾട്ട് എടുക്കുന്നു, അത് ഡിഫക്റ്റീവ് ആണെന്ന് ഗിവൺ ആണ്. റെഡി ആണോ നോക്കട്ടോ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഈക്വൽ ടു, അപ്പൊ ഇത് നമുക്ക് മുഴുവനായിട്ട് എഴുതണം. അപ്പൊ അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. രണ്ടാമത്തെ മെഷീൻ അല്ല, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് E2 താഴെ. പ്രോബബിലിറ്റി ടോട്ടൽ പ്രോബബിലിറ്റി E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3. മൂന്നെണ്ണം ഉണ്ടല്ലോ, 3 മെഷീൻസ് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ താഴെ 3 കൂടി എഴുതിയത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അപ്പോൾ ശ്രദ്ധിക്കാം. ഈക്വൽ ടു
E2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ 25/100 ഇൻറ്റു എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ 5/A ഗിവൺ E2 എന്ന് പറഞ്ഞാൽ 4/100 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 35 കേട്ടോ, സോറി 35, ദാറ്റ് ഈസ് 35/100 ഇൻറ്റു പിന്നെ അടുത്ത് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 അല്ലേ 5/100 പ്ലസ്, ഓക്കെ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. പ്ലസ് നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി 35 അല്ലേ 35/100 ഇൻറ്റു 4/100 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫോർത്ത് വൺ 45/100 ഇൻറ്റു ഇതിൽ ഡിഫക്റ്റീവ് ആണ് 2/100 ആണ്, അതായത് 2%. ഇനി ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാറ്റിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇതിന് എഴുതുമ്പോൾ 35 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 35, 70, 70, 140 ഡിവൈഡഡ് ബൈ 100. അത് രണ്ടും കട്ടായി, കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 350യുടെ പകുതി എത്രയായി 175 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 35 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 140 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 45 ഇൻറ്റു 2 70 ഡിവൈഡഡ് ബൈ 90 ഡിവൈഡഡ് ബൈ 100. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഈക്വൽ ടു 140 തന്നെ എഴുതട്ടെ ഇവിടെ, കാരണം ഇവിടെ എല്ലാറ്റിനും ഡിനോമിനേറ്റർ 100 അല്ലേ, അപ്പൊ നമുക്ക് 140 എന്നുള്ള രൂപത്തിൽ എഴുതാം അല്ലേ. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഈ 100 ഒക്കെ നേരെ മേലേക്ക് പോവും. 100 ഡിവൈഡഡ് ബൈ 175 പ്ലസ് 140 പ്ലസ് 90 ഈക്വൽ ടു 100 രണ്ടും കട്ടായി. 140 ഡിവൈഡഡ് ബൈ 175 പ്ലസ് 140 എന്ന് പറഞ്ഞാൽ 240 പ്ലസ് 315 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 405. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ, കംപ്ലീറ്റ് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 28 ഡിവൈഡഡ് ബൈ 69 എന്ന് പറഞ്ഞ ഒരു ആൻസറിലെത്തും. 28 ഡിവൈഡഡ് ബൈ 69 എന്ന് പറയുന്ന ഒരു ആൻസറിലെത്തും. ഓക്കെ ആണോ നോക്ക്. ഇത്രയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസ് തിയറത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ കുറെ ടൈപ്പ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊന്നാണ് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്. അത് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.